ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഞ്ജലിയും മുത്തശ്ശിയും കൂടെ അശ്വിനോട് കല്യാണക്കാരെ സംസാരിക്കുമ്പോൾ അശ്വിൻ വിചാരിക്കുന്നത് അശ്വിനെ കൊണ്ട് ശ്രുതിയെ കല്യാണം കഴിപ്പിക്കാനുള്ള കാര്യമാണെന്നാണ്. അപ്പോൾ വളരെ നാണത്തോടു കൂടി തന്നെ അശ്വിൻ പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി, എനിക്കിപ്പോൾ കല്യാണം എന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ കുഞ്ഞാ നീ പറയുന്നത്? എനിക്ക് വേണ്ടിയിട്ടല്ല മോനെ, നിങ്ങൾ ശ്രുതിയെ ആലോചിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാന്ന് പറയണേ. എനിക്കേക്ക് വേണ്ടിട്ടോ? ശ്രുതിയെയോ? അതെ, അവരാകുമ്പോ നല്ല അടുപ്പാണ്, നല്ല കൂട്ടാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണേ. അശ്വിൻ്റെ ദേഷ്യം കാണുമ്പോൾ തന്നെ നമ്മുടെ അഞ്ജലിക്കും മുത്തശ്ശിക്കൊക്കെ മനസ്സിലാവാൻ കേട്ടോ. അതിന് ശ്രുതിയും വീട്ടുകാരൊക്കെ അശ്വിൻ്റെ വീട്ടിലേക്ക് ഒരു പൂജയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ പങ്കെടുക്കാൻ പോണതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ പ്രീതി അശോകന്റെ കാൽ തൊട്ട് വന്നിക്കുമ്പോൾ അശോകന്റെ ആ കുഴഞ്ഞു കിടന്ന കൈ ഉയർത്താൻ ശ്രമിച്ച് പ്രീതിയുടെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുകയാണേ. അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണേ. അതിനുശേഷം എല്ലാവരും കൂടി അശ്വിൻ്റെ വീട്ടിലെത്തുന്നു. ശ്രുതിയുടെ കയ്യിലാണെങ്കിൽ കുറേ ഗിഫ്റ്റ് ബോക്സുകൾ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അകത്തേക്ക് പോകാൻ നേരത്ത് അതൊക്കെ കൂടി തെന്നി വീഴാണേ. അത് പിടിക്കുന്നത് നമ്മുടെ എനിക്കെയും. ഇതും കൂടെ കാണുമ്പോൾ നമ്മുടെ അശ്വിനെ തീരെ സഹിക്കാൻ പറ്റൂലേ. ഇത് കാണുന്ന ശ്രുതി ഉണ്ടല്ലോ അശ്വിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്, താങ്ക്സ് നന്ദു ചേട്ടാ. ഓ, ഇറ്റ്സ് ഓക്കെ ശ്രുതി. അങ്ങനെ പൂജ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ എനിക്കയും ശ്രുതിയും ഒരുമിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അശ്വിൻ. അതിനുശേഷം അഞ്ജലിയാണെങ്കിൽ എനിക്കയോട് ഒരു പൂജയ്ക്കുള്ള സാധനം വാങ്ങിക്കൊണ്ടിരാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ എനിക്ക് ശ്രുതിയെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അതെന്താ എനിക്ക് മാത്രം പോയാൽ പോരെ, എന്തിനാ ശ്രുതിയെയും കൂട്ടി പോകുന്നതെന്ന് ചോദിക്കാം കേട്ടോ അശ്വിൻ. ഞാൻ ശ്രുതിക്കുട്ടിയെയും കൂട്ടിയിട്ട് പെട്ടെന്ന് വരാൻ ബ്രോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോവാണേ. പിന്നെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ അശ്വിൻ. പൂജ കഴിയാറായിട്ടും ഇവരെ കാണാഞ്ഞിട്ട് അശ്വിനാണെങ്കിൽ ആദ്യം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ ഫോണിലോട്ട് ഇങ്ങനെ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അഞ്ജലി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഞാൻ നീ ആരെയായി വിളിക്കുന്നത്? അല്ല ചേച്ചി, അവരെ കാണാനില്ലല്ലോ, എത്ര നേരമായി പോയിട്ട് എന്നുള്ള കാര്യം. അയ്യോ കുഞ്ഞാ, അതിന് ശ്രുതി ഫോൺ കൊണ്ടുപോയിട്ടില്ല എന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ കാറെടുത്ത് ഇറങ്ങുകയാണ് കേട്ടോ ശ്രുതിയെ നോക്കാൻ വേണ്ടി. അങ്ങനെ കുറേ ദൂരം ചെന്നിട്ട് നമ്മുടെ അശ്വിന് ശ്രുതിയെ കാണാൻ പറ്റുന്നില്ലേ. അപ്പോഴാണ് മുന്നിൽ ഒരു ആക്സിഡന്റ് കാണുന്നത്. ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, പെണ്ണും ആണും സഞ്ചരിച്ച വാഹനമാണ് ആക്സിഡന്റ് പറ്റതെന്നും അതിൽ പെൺകുട്ടി മരിച്ചുപോയെന്നും ആണ് പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ അശ്വിനൊക്കെ അത് ശ്രുതിയാണോ എന്നുള്ള ഭീതിയിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ആ ആക്സിഡന്റ് വെച്ച സ്ഥലത്ത് നിന്ന് ശ്രുതി ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ചെരുപ്പ് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ വിചാരിക്കുന്നത് ശ്രുതി തന്നെയാണ് എന്നുള്ള കാര്യമാണ്. അപ്പോഴേക്കും ആംബുലൻസ് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ശ്രുതി എന്ന് വിളിച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ ഓടിപ്പോവാണേ അശ്വിൻ. കുറേ ദൂരം ഓടിയിട്ടും ഇനി എന്താ ചെയ്യാന്നുള്ള ഭാവത്തിൽ അവിടെ നിൽക്കുമ്പോൾ പെൺകുട്ടിയുടെ സംസാരം കേട്ടിട്ട് അങ്ങോട്ട് നോക്കുകയാണേ. അപ്പോൾ അത് മറ്റാരും ആയിരിക്കില്ല, നമ്മുടെ ശ്രുതി ആയിരിക്കും. ശ്രുതി ഒരു കടയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും കേട്ടോ കാണുക. എനിക്കിടെ വണ്ടി കേട് വന്നിട്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അവർ. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. അശ്വിൻ ശ്രുതിയെ കണ്ടതും അശ്വിൻ അങ്ങ് ഓടിപ്പോയിട്ട് ശ്രുതിയുടെ കൈ അങ്ങ് പിടിക്കുകയാണേ. എന്താ സാർ, നീ ഇതെവിടെ പോയിരിക്കായിരുന്നു? നീ എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചോ? എന്നെ കാണാഞ്ഞിട്ട് ഞാൻ എത്ര ടെൻഷൻ അടിക്കുന്നതെന്ന് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുകയാണേ. അത് കേട്ടിട്ട് നമ്മുടെ ശ്രുതി ആകെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. നീ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വരണം. വേണ്ട സാർ, ഞാൻ എനിക്ക് സാറിനോടൊപ്പം വരാം എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ നമ്മുടെ അശ്വിൻ ശ്രുതിയെ വലിച്ചുകൊണ്ട് പോവാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.